ഇത് ഡിജിറ്റൽ ലോകം പുതുതലമുറയെ ഓൺലൈൻ ലോകത്തേക്ക് കൊണ്ടുപോയപ്പോൾ സ്നേഹബന്ധങ്ങളൊക്കെ ലൈക്കും കമൻറ്റും ഇമോജികളൊക്കെയായി മാറി. ഇന്നത്തെ പുതുതലമുറ ഏറെ സാങ്കേതിക വിദ്യകളിൽ മുൻപന്തിയിലാണ്. മൊബൈൽ ഫോണുകൾ, ഇൻ്റർനെറ്റ്, സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയവ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. എന്നാൽ ചില അടിസ്ഥാന ബന്ധങ്ങൾ, പ്രത്യേകിച്ച് മാതാപിതാക്കളോടുള്ള സ്നേഹബന്ധങ്ങൾ മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. മുൻപത്തെ തലമുറകളിൽ പ്രധാനമായും കണ്ടിരുന്നത് മാതാപിതാക്കളോടുള്ള ആത്മാർത്ഥതയും ആദരവുമാണ്. അവരോടുള്ള ഉത്തരവാദിത്വബോധം, സ്നേഹപരവശത, ചെറുപ്പത്തിൽ തന്നെ അടിയുറച്ച ബന്ധങ്ങൾ മുതലായവ ശക്തമായിരുന്നു. കുടുംബങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണികളായിരുന്നു പഴയ തലമുറയിലെ മാതാപിതാക്കന്മാർ. ഒരു തണൽമരമായി ആശ്വാസം പകർന്നു അവർ. എന്നാൽ ഇന്നത്തെ പലരുടെയും ജീവിതത്തിൽ സമഗ്രമായി മാതാപിതാക്കളെ ഉൾക്കൊള്ളാനോ ദൃഢബന്ധം സ്ഥാപിക്കാനോ സാധിക്കുന്നില്ല. ഇന്നത്തെ തലമുറ അവരുടെ ജീവിത രീതി മാറിയിരിക്കുന്നു. തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പുതുതലമുറ വീട് വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. നാട്ടിൽ മാതാപിതാക്കൾ ഒറ്റപ്പെട്ട അവസ്ഥ വന്നു. ബന്ധങ്ങൾ മെസ്സേജുകളിലോ വീഡിയോ കോളിലോ ആയി ചുരുങ്ങുന്നു. തന്മൂലം ആഴമുള്ള ആത്മബന്ധം വളരുവാൻ സാധിക്കാതെ പോകുന്നു. മാതാപിതാക്കളുമായി ഒരു നേരം മുഖാമുഖം കാണുവാനോ സംസാരിക്കുവാനോ കുറച്ചു നേരം അവരോടൊപ്പം ചിലവഴിക്കുവാനോ സാധിക്കാതെ പോകുന്നു. സാങ്കേതിക ആശയവിനിമയത്തിൽ ബന്ധം ഭൗതികമായി കുറയുന്നു. ഫോണിലൂടെയുള്ള ആശയവിനിമയം പലപ്പോഴും പ്രഹസനമാകുന്നു. സ്വാതന്ത്ര്യവും വ്യക്തിത്വവും പ്രധാനമായി കാണുന്നു. മാതാപിതാക്കൾ തന്നെ ബുദ്ധിമുട്ട് എന്ന് കാണുന്ന മനോഭാവം ചിലർക്ക് മാതാപിതാക്കളെ പരിചരിക്കുന്നത് പോലും ബാധ്യതയായി തോന്നുന്നു. ഇത് തീർച്ചയായും ഒരു മാനസികവും സാമൂഹികവുമായ ശൂന്യതയ്ക്ക് വഴി തുറക്കുന്നു. വാർദ്ധക്യം ഒരു ശാപമല്ല. ഭൂമിയിൽ പിറന്ന എല്ലാവരെയും അത് തേടിയെത്തും. ഇന്നത്തെ കൈക്കുഞ്ഞ് നാളത്തെ വൃദ്ധനാണ്. ഇപ്പോൾ അഭിമാനിക്കുന്ന യുവത്വം ഏറെക്കാലം നിലനിൽക്കില്ല എന്ന യാഥാർത്ഥ്യ ബോധം മാതാപിതാക്കൾക്ക് കനിവിൻ്റെ തണലേകാൻ സഹായിക്കും. ജീവിത സായാഹ്നത്തിൽ അവർക്ക് വേണ്ടത് നിറഞ്ഞ സ്നേഹവും ഒരു കൈത്താങ്ങുമാണ്. ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ നിന്ന് ആഹ്ലാദകരമായ, സന്തോഷകരമായൊരു വാർദ്ധക്യം. തലമുറ മാറുന്നു, കാലം മാറുന്നു. പക്ഷേ മാതാപിതാക്കളുടെയും പുതുതലമുറയുടെയും ഹൃദയബന്ധം പിണക്കത്തിൽ കഴിയരുത്. ഓരോ പുതിയ തലമുറയും പഴയ തലമുറയുടെ അനുഭവത്തെ വിലമതിക്കണം. അതുപോലെ മാതാപിതാക്കളും പുതുതലമുറയുടെ സ്വപ്നങ്ങളെ മാനിക്കട്ടെ. പറഞ്ഞു നേരമങ്ങനെ പല വഴിയോടി, ജരാനരകളാൽ അമ്മ വലഞ്ഞു, വേദനയാൽ അമ്മ കരഞ്ഞു, കാണാതെ മക്കൾ നടന്നു. അമ്മയെ കാണാതെ മക്കളകന്നു.